ഇവിടെ ഒരു ഫയർ ഫൈറ്റർ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ബിൽഡിങ്ങിൽ നിന്ന് നിലത്തേക്ക് ചാടി. അപ്പൊ പോലും കുട്ടിക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി സേഫായി അവന്റെ മുകളിലായിരുന്നു വെച്ചിരുന്നത്. നോക്കിയാൽ ഇവൻ വിചാരിച്ച പോലെ തന്നെ ആ കുട്ടിയെ സേഫാക്കി. അതിനുശേഷം വന്നാണ് ആ കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിക്കുന്നത്. എന്നാൽ അവൻ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ താങ്ക്സ് പോലും പറയാതെ ഫാമിലി തന്നെ അവിടെ നിന്ന് പോയി. ഇവൻക്ക് ഇവൻ എന്താണ് ഇങ്ങനെ എന്ന് മനസ്സിലാവാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവന്റെ പേര് ആരോ വിളിക്കുന്നത് കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കിയാൽ കോട്ടും സൂട്ടും ഇട്ട് നീറ്റായി രണ്ടുപേരും നിൽക്കുന്നുണ്ട്. ഇവനെ കണ്ടത് ചിരിച്ചോണ്ട് അടുത്തേക്ക് വന്നു. വീണ്ടും ഇവന്റെ പേര് വിളിച്ച് ഫ്രണ്ട്സ് എല്ലാം കരയുന്ന സൗണ്ട് കേട്ടു. എന്താണെന്ന് നോക്കിയാൽ അവൻ വീണ സ്ഥലത്ത് തന്നെ മരിച്ചു കിടക്കുന്നുണ്ട്. ഇപ്പോഴാണ് വന്നവരും പറയുന്നത്, നീ ഓൾറെഡി മരിച്ചുപോയി. എന്നാൽ 422 വർഷം കഴിഞ്ഞാണ് ഒരു നല്ല ആത്മാവിനെ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് സ്വർഗം തുറന്നിരിക്കുന്നത്. അതിനു മുമ്പ് മുഖ്യമായ കുറച്ച് ടെസ്റ്റുകളിൽ നീ പാസ്സാകണം. അങ്ങനെ ആയാൽ നിനക്ക് പുനർജന്മം കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇവനക്ക് ഇവന്റെ അമ്മയെ കാണാതെ പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. അതിനുശേഷം മുകളിലെ ലോകത്ത് നടന്ന ടെസ്റ്റിൽ ഇവൻ അറിഞ്ഞു അറിയാതെയും കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം പാസ്സായതും ഇവനക്ക് വീണ്ടും ഭൂമിയിൽ ജീവിക്കാൻ ഒരു ചാൻസ് കൂടെ കിട്ടി.